ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ആൻഡ്രൂവിനെതിരെ ഒരു പൊതുവികാരം ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി ഇത്തരം ആരോപണങ്ങൾ എല്ലാം അന്വേഷിക്കും എന്ന് രാജകുടുംബം വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയായിരുന്നു അന്വേഷണം. കഴിഞ്ഞ ദിവസമാണ് ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഒരു പകൽ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. മാത്രമല്ല, ആൻഡ്രൂ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വിശദമായ പരിശോധനകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളാകും ഇനി ഉണ്ടാവുക. നേരത്തെ തന്നെ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ആൻഡ്രൂ നൽകിയിരുന്ന വിശദീകരണം എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അതോടൊപ്പം തന്നെ ലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായുള്ള സൗഹൃദത്തിൽ ഖേദമുണ്ടെന്നും ആൻഡ്രൂ പല ഘട്ടങ്ങളിലായി പ്രതികരിച്ചിരുന്നു. സമാനമായ മൊഴിയാണ് തെയിംസ് വാലി പോലീസിനും കഴിഞ്ഞ ദിവസം അദ്ദേഹം നൽകിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അയൽഷാം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ തെയിംസ് വാലി പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നില്ല. എന്തായാലും ബ്രിട്ടീഷ് സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാപാര റിപ്പോർട്ടുകൾ 2010 ആൻഡ്രൂ ജെഫ്രി എപ്സ്റ്റീന് കൈമാറിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പരിശോധിക്കുന്നതും. നേരത്തെ തന്നെ പല വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട ഫയലുകളിൽ ആൻഡ്രൂവിൻ്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങളാണ് വിവാദമായത്. ആൻഡ്രൂ ഒരു തറയിൽ കിടക്കുന്ന യുവതിക്ക് സമീപമായി മുട്ടുകുത്തി നിൽക്കുന്ന ആൻഡ്രൂവിൻ്റെ ചിത്രമാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഒരു വിശദമായ അന്വേഷണം നടത്തുന്നതും. എന്തായാലും ഒരു പകൽ നീണ്ട ചോദ്യം ചെയ്യൽ ശേഷം ആൻഡ്രൂവിനെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നു. ആൻഡ്രൂവിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം ഉണ്ടാകും എന്നാണ് തെയിംസ് വാലി പോലീസ് നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അവർ നൽകുന്ന വിശദീകരണം. സ്വാഭാവികമായും ഇത് രാജകുടുംബത്തിന് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചാൾസ് മൂന്നാമൻ രാജകുമാരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് നിയമത്തിൻ്റെ വഴിയെ പോകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രാജകുടുംബത്തിൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടാകും എന്നാണ്. ഇതുതന്നെയാണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണം. എന്തായാലും ഈ സംഭവം ഒന്നിനു പിറകെ ഒന്നായി ആൻഡ്രൂ ചെന്നുപെടുന്ന വിവാദങ്ങൾ. ഒപ്പം കഴിഞ്ഞ ദിവസം ആൻഡ്രൂവിൻ്റെ ജന്മദിനമായിരുന്നു. ജന്മദിനത്തിൽ ആദ്യമായി ഒരു രാജകുടുംബാംഗം ഇത്തരമൊരു കേസിൽ അറസ്റ്റിലാകുന്നു. ഇതെല്ലാം ബ്രിട്ടീഷ് രാജകുടുംബത്തിന് വലിയ ക്ഷീണമുണ്ടാക്കുന്നു, ഒപ്പം നാണക്കേടുണ്ടാക്കുന്നു. ട്രംപ് അടക്കം ഈ വിവാദവുമായി എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നേരത്തെ പേര് വന്ന ട്രംപ് അടക്കമുള്ളവർ ഇത് ദുഃഖമുണ്ടാക്കുന്നതാണെന്നും രാജകുടുംബത്തിന് നാണക്കേടാണ് എന്ന പ്രതികരണം കൂടി US-ന്റെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ വരുന്നു. വിശദമായ റിപ്പോർട്ടിന് ഏതായാലും രാജകുടുംബത്തിലേക്കും എപ്സ്റ്റീൻ ഫയൽസിന്റെ വ്യാപനം ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായ